24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ഇനി വളരെ നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം, 9ാം ക്ലാസ്സിലെ പഠനം നിർത്തേണ്ടി വന്ന ഒരു യുവാവിൻ്റെ കവിത 7ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ഇടം പിടിച്ചു. കാസർഗോഡ് ബളാൽ സ്വദേശി പ്രകാശ് ചെന്തളത്തിൻ്റെ കാട് ആരത് എന്ന കവിതയാണ് പാഠപുസ്തകത്തിൽ ചേർത്തത്. ഗോത്രഭാഷയിലാണ് പ്രകാശിൻ്റെ കവിതകൾ. ഞങ്ങളിൽ നിന്ന് കാട് പിടിച്ചെടുത്തപ്പോഴാണ് കാടിൻ്റെ ചേല മുറിഞ്ഞതും കാട് കരിഞ്ഞതും. ഞാനുറങ്ങിയ മണ്ണില്ല, ഞാൻ തിന്ന കനിയില്ല, ഇനിയും തലകുനിച്ചു നോക്കു കുത്തിപോലെ ഞങ്ങൾ നിന്നാൽ ചിലപ്പോൾ ഞങ്ങൾ തന്നെ ഇല്ലാതായി പോയേക്കാം. ഒപ്പം പഠിച്ചവരെല്ലാം 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ പ്രകാശിനെ അച്ഛൻ കൈപിടിച്ചു കൊണ്ടുപോയത് നാട്ടിലെ തോട്ടങ്ങളിലേക്കാണ്. അതോടെ പഠനം നിലച്ചു. കൂലിപ്പണിയാണ് ഏക വരുമാന മാർഗം. ഇതിനിടയിൽ എപ്പോഴോ കവിത എഴുതാൻ തുടങ്ങി. 6ാം ക്ലാസ്സിൽ ഓമനത്തിങ്കൾ കിടാവോ കേട്ടതോടെയാണ് പ്രകാശിന് കവിതകളോട് ഇഷ്ടം തുടങ്ങിയത്. പിന്നീട് വായന ശീലമാക്കി. ഗോത്രഭാഷയിൽ നിരവധി കവിതകൾ എഴുതി. ഗോത്ര കവിതകൾ എന്ന സമാഹാരത്തിലെ പ്രകാശിൻ്റെ 5 കവിതകളിലൊന്നാണ് പാഠപുസ്തക പരിഷ്കരണ സമിതി തെരഞ്ഞെടുത്തത്. കാടുംകൊരു ഭാഷയുണ്ട്, മണയുണ്ട്, പാട്ടുണ്ട്, പയമയുണ്ട്, വീണ്ടും മുളച്ചത് ചാഞ്ചു മുളച്ചത് കാടങ്ങനെ. നമ്മ നട്ട കാടല്ലേ കാട് കാടായിട്ട് വന്നത്. പഠനകാലം മുതൽ തുടങ്ങിയ എഴുത്താണ്. അപ്പം എന്തായാലും ഇവിടം വരെ എത്തിയത് തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നെ എത്രയോ ഉറക്കമൊഴിഞ്ഞ രാത്രികളാണ് ഞാൻ വെറുതെ കളഞ്ഞുവെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നമ്മൾ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്നത്. അതിലേറെ സന്തോഷമുണ്ട്. പ്രകാശൻ എഴുതുന്നതെന്തെന്ന് ഇപ്പോഴും അച്ഛനും അമ്മയ്ക്കും അറിയില്ല. പ്രകാശിനെ തേടി ആളുകളെത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാകുന്നെന്ന് അച്ഛൻ ശങ്കരനും അമ്മ കുമ്പയും. നല്ല സന്തോഷമുണ്ട്. നല്ലത് തന്നെ. ഇവര് എങ്ങനെ എഴുതാൻ പോകുന്നു അത്ര മാത്രമേ എനിക്കറിയൂ. എന്തിനെ കുറിച്ച് എന്തെന്നൊന്നും എനിക്കറിയില്ല. സന്തോഷം എൻ്റെ മോന് ജീവിക്കണമെന്നേലൂ. നമ്മുടെ എല്ലാ പാട്ടും ജയിച്ചിട്ട് വരണമെന്ന് എൻ്റെ ഭഗവതി ദൈവത്തോടെ ഞാൻ പറഞ്ഞു. അത്ര എൻ്റെ സന്തോഷമല്ല. മലവേട്ടുവ സമുദായത്തിൽപ്പെട്ട പ്രകാശൻ ഒച്ചയൊച്ച കല്ലുകളെ എന്ന പേരിൽ കവിതാ സമാഹാരം പുറത്തിറക്കി. പ്രകാശ് ചെന്തളം എന്ന പേരിലാണ് എഴുത്ത്. പച്ചയായ കാടിന് പച്ചയായ പാട്ടുണ്ട്, കിളികൾ പാടും കാട്ടുമക്കൾ ഉറങ്ങിയ കാട്. 24 വളർന്ന കാസർഗോഡ്. പുതിയ കാട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.